വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം 54-ാം തിരുവചനം. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. മനുഷ്യമക്കൾക്ക് നിത്യജീവൻ നൽകുവാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പാ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അടയാളങ്ങളുടെ ആരംഭമായി കാനായിലെ കല്യാണ വിരുന്നിലേക്ക് അവിടുന്ന് കടന്നു വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥ ശക്തിയാൽ അവിടുന്ന് അത്ഭുതം ചൊരിഞ്ഞുവല്ലോ. ഒഴിഞ്ഞ 6 കൽഭരണികൾ ആ ഭവനത്തിലുണ്ടായിരുന്നു. അതിനെ വക്കോളം നിറയ്ക്കുവാൻ അവിടുന്ന് അരുളി ചെയ്തു, ഈശോയെ, ഞങ്ങളിതാ നിന്റെ മുന്നിൽ ഒഴിഞ്ഞ കൽഭരണികളായി നിന്റെ മുന്നിലായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, നിന്റെ ഹൃദയമാകുന്ന കൽഭരണിയിൽ നീ കുത്തി നിറച്ചു വെച്ചിരിക്കുന്ന നിന്റെ പകയും വിദ്വേഷവും വെറുപ്പും സ്നേഹമില്ലാത്ത അവസ്ഥയും വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥയും എല്ലാം നീ ഒന്നെടുത്തു മാറ്റി നിന്റെ ഹൃദയത്തെ ശൂന്യമാക്കി എനിക്ക് തരുമോ? നിന്റെ ഹൃദയത്തെ പരിശുദ്ധാത്മാവാകുന്ന ജലം കൊണ്ട് വക്കോളം നിറച്ചു തരുവാൻ ഞാൻ തയ്യാറാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തെ ശൂന്യമാക്കി അവൻ്റെ മുന്നിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് വക്കോളം നിറയ്ക്കുവാൻ തയ്യാറായി നിൽക്കുന്ന തമ്പുരാന്റെ കരങ്ങളിലേക്ക്, ഓ കർത്താവേ, ശൂന്യമായ എൻ്റെ ഹൃദയത്തെ ഞാൻ തരുന്നു. തമ്പുരാനെ, അവിടുന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അത്ഭുതം പ്രവർത്തിച്ചുവല്ലോ. അവിടുന്ന് കലവറക്കാരൻ പറയുന്നു, ഇത്രയും മേൽത്തരമായ വീഞ്ഞ് എവിടെ നിന്ന്? കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും ന്യായാധിപന്മാരും ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ അവർക്കാർക്കും സ്വന്തം ജീവനെ ബലിയായി നൽകുവാൻ സാധിച്ചില്ല. എന്നാൽ കാലസമ്പൂർണതയിൽ ലോകത്തിലേക്ക് വന്ന ദൈവപുത്രൻ അവൻ്റെ ദൈവീക ജീവൻ നമുക്ക് വേണ്ടി നൽകി. പ്രിയമുള്ളവരെ, 3 വർഷത്തിന് ശേഷം അവൻ കാൽവരി മലയിൽ അർപ്പിക്കപ്പെടുന്ന ഒരു ബലിയുടെ സൂചനയായിരുന്നില്ലേ ഇത്? തമ്പുരാൻ അരുളി ചെയ്യുന്നു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി നൽകുവാനും വേണ്ടിയാണ്. അവിടുന്ന് വീഞ്ഞെടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തി വാഴ്ത്തി അനുഗ്രഹിച്ചു പറയുന്നു, ഇതെന്റെ രക്തമാണ്, ഇത് ദൈവിക ജീവനാണ്. എന്നാൽ കാനായിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയിട്ട് ഇത് പകർന്ന് കലവറക്കാരന് കൊടുക്കുവാൻ അരുളി ചെയ്തപ്പോൾ, വിരുന്നുകാരായ ഞങ്ങൾ ഭക്ഷിക്കുന്നത് നിന്റെ ദൈവിക ജീവനാകുന്ന ആ രക്തമല്ലേ? ആ വീഞ്ഞാകുന്ന നിന്റെ രക്തമല്ലേ അപ്പാ? ഓ തമ്പുരാനെ, നീ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയത്, ഒരു നാൾ ഞാനും ഇതുപോലെ വീഞ്ഞായി മാറിയ ഈ വീഞ്ഞിനെ ഞാൻ രക്തമാക്കി നിങ്ങൾക്ക് തരും. അതെന്റെ ജീവനാണ്. കർത്താവേ, നിന്റെ ജീവൻ സ്വീകരിക്കുവാൻ, ഞങ്ങളുടെ നിർജീവമായ അവസ്ഥയിലേക്ക് നിന്റെ ജീവൻ കടന്നു വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പാ. ഈ പ്രഭാതത്തിൽ ഈ ബലിയോട്, ഈ ബലിപീഠത്തോട് അടുത്തിരിക്കുന്ന ഞങ്ങളെ നീ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ തളർന്നു പോയ അവസ്ഥകളിലേക്ക് നിന്റെ ജീവൻ നൽകണമേ. ഞങ്ങൾ വീണുപോയ ഇടത്തു നിന്ന് ഞങ്ങളുടെ കരം പിടിച്ചുയർത്തുവാൻ പൊന്നുതമ്പുരാനെ നീ കടന്നു വരണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അവിടുന്ന് ഈശോയോടൊപ്പം ഓരോ നിമിഷവുമായിരുന്നു. അവിടുത്തെ വലിയ മാധ്യസ്ഥ ശക്തി കൊണ്ട് ഈശോ അത്ഭുതം പ്രവർത്തിച്ചു. അമ്മേ, നീ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കുവാൻ, ഞങ്ങൾക്ക് ദൈവീക ജീവൻ പകർന്നു വരുവാൻ, ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കപ്പെടുവാൻ പരിശുദ്ധ അമ്മയെ സ്വർഗത്തിൽ പ്രാർത്ഥിക്കണമേ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി മനുഷ്യ മക്കൾക്ക് ജീവൻ നൽകുവാൻ കടന്നു വന്ന മന്നയായ അപ്പനെ നമുക്ക് വാഴ്ത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന.